നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിപ്പോൾ ചിത്രം ഏകദേശമൊക്കെ തെളിഞ്ഞിരിക്കുന്നു. NDA സ്ഥാനാർത്ഥിയുടെ ആരാണെന്നത് കൂടി അറിയാനുള്ളൂ. ഇപ്പോൾ സ്വരാജ് അപ്പുറത്ത് വരുമ്പോൾ എങ്ങനെയാണ് തീവാർന്നൊരു പോരാട്ടം നമുക്ക് നിലമ്പൂരിൽ പ്രതീക്ഷിക്കാം? അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മത്സരിക്കുമ്പോൾ എന്തായാലും അപ്പുറത്തൊരു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്ക് ലൈൻ ഇല്ലെങ്കിൽ ഫോർവേഡിന് ഗോൾ അടിക്കാൻ പറ്റുമോ? വെറുതെ കാലിപ്പോസ്റ്റിലേക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരു സംശയവും വേണ്ട, പോരാട്ടം എത്ര തീ പാറിയാലും ഇത്തവണ 2 ടൈം UDF നഷ്ടപ്പെട്ട സീറ്റ് ബഹുഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു പിടിക്കും. ഒരു പാർട്ടി സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. യുവാക്കളിലെ ഏറെക്കുറെ ആവേശം കൊള്ളിക്കുന്ന ഒരു നേതാവൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂരുകാരൻ കൂടി തന്നെയാണ്. അപ്പോൾ 2 നിലമ്പൂരുകാരാണ്. നിലമ്പൂരുകാർ തമ്മിലുള്ള ഒരു പോരാട്ടമായി മാറും. അത് രാഷ്ട്രീയ പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും. അല്ല, അതൊക്കെ നമുക്ക് കാണാമല്ലോ, വരുന്ന ദിവസങ്ങളിൽ കാണാമല്ലോ. എന്തായാലും കുറേ സ്വതന്ത്രന്മാരെ അവിടെ ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ഇത്രമാത്രം വിജയം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കാലത്തൊന്നും ചിഹ്നത്തിൽ മത്സരിപ്പിക്കാതിരുന്നത്? CPM അവിടെ ചിഹ്നത്തിൽ മത്സരിച്ച് 1967 ശേഷം ഇതുവരെ അവിടെ LDF സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല.